എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Soundcore R100ന്റെ ലോ ലേറ്റൻസി പ്ലസ് മൈ ക്വാളിറ്റി ടെസ്റ്റ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത സമയത്തുണ്ടായ ചെറിയൊരു അനുഭവം ഷെയർ ചെയ്യാം. വേറൊന്നുമല്ല, ഞാൻ മൈ ക്വാളിറ്റി ടെസ്റ്റ് ഇന്റേണലി ചെയ്തിട്ട് അതിൻ്റെ ഔട്ട് കേൾക്കുന്ന സമയത്ത് ഒരു ഇയർബഡിൽ മാത്രം, അതായത് ലെഫ്റ്റ് ഇയർബഡിൽ മാത്രം കേൾക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് പൊതുവേ നമ്മൾ ചിലപ്പോഴൊക്കെ ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് റൈറ്റിലേക്ക് മാത്രം ആ ഒരു എറർ വന്നിട്ട് നമുക്ക് കേൾക്കാം. അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും വേറൊരു റെക്കോർഡഡ് വീഡിയോ നോക്കി. അപ്പോൾ അവിടെയും ഇത് തന്നെയാണ് സംഭവം, ലെഫ്റ്റ് ഇയർ പീസിൽ മാത്രം കേൾക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മ്യൂസിക് പ്ലെയറിൽ പോയിട്ട് മ്യൂസിക് ഒരെണ്ണം പ്ലേ ചെയ്തു. അപ്പോഴും ഇത് തന്നെയാണ് സംഭവം. പക്ഷേ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ആ സമയത്ത് കേസിൽ ജസ്റ്റ് രണ്ടും വെച്ചിട്ട് ഒന്ന് റീസെറ്റ് ചെയ്തു. റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ അതല്ല കേസിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് റീകണക്ട് ചെയ്താൽ ശരിയാവുമോ എന്നറിയത്തില്ലായിരുന്നു. എന്തായാലും ഞാൻ വേറൊന്നും നോക്കിയില്ല, അങ്ങ് റീസെറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം കണക്ട് ചെയ്തപ്പോഴത്തേക്ക് ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഞാനിപ്പോൾ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം ഒന്ന് ചെയ്ത് നോക്കിയാൽ വർക്കാവുന്നതാണ്. ഇനി അതല്ല എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സാധനം റീപ്ലേസ് ചെയ്യുക. വാറണ്ടിക്ക് അയക്കുക എന്ന് പറയുന്നത് ചെറിയൊരു സീനാണ് ഈ ഒരു സൗണ്ട് കോറിൽ എന്ന് പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് കാശ് മുടക്കിയിട്ടാണ് ഡൽഹിയിലോ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ അയക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 7 ദിവസത്തിനുള്ളിൽ സ്ഥിരം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏക മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഗെയിം മോഡ് ഇതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നോർമലി ആണ് ഈ ഒരു ഇന്റേണൽ പ്ലെയറിലായാലും അതല്ല നമ്മുടെ തേർഡ് പാർട്ടി പ്ലെയറിലായാലും യൂട്യൂബിലായാലും ഇനി അതല്ല PUBG വരെ ഞാൻ കളിക്കുന്നത് ഈ ഒരു നോർമൽ മോഡിലാണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വീഡിയോ ടെസ്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ട്കോറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2000 രൂപയ്ക്കുള്ളിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് R100 എന്ന് പറഞ്ഞ ഈ ഒരു ഇയർബഡ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് R100 നമ്മൾ 2000 രൂപയ്ക്ക് വാങ്ങിച്ചാൽ വർക്കാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് വീഡിയോയിലേക്ക് കടക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യം അപ്പോൾ എന്ത് തോന്നുന്നു, ഈ ഒരു 3 വീഡിയോസ് നിങ്ങൾ കണ്ടപ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തോ? എന്തായാലും എനിക്ക് എവിടെയൊക്കെയോ ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്തെനിക്ക് തോന്നി. എന്നാൽ യൂട്യൂബിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു Soundcore R100ൽ നിന്നും ഫാൻ ടോപ്പ് സ്പീഡിൽ നല്ല സൗണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തുള്ള ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. എന്റെ വോയിസ് ആണ് അല്ലെങ്കിൽ ചെറിയൊരു വോയിസിന് പതർച്ച ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നോയിസ് ക്യാൻസലേഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫെക്റ്റ് ആയിട്ട് കേൾക്കുന്നുവെങ്കിൽ മനസ്സിലാക്കാം ഈ ഒരു ബജറ്റിൽ നമുക്ക് പെർഫെക്റ്റ് ഒരു മൈക്കാണ് കിട്ടുന്നത്. ഇപ്പൊ ഞാൻ ടോപ്പ് സ്പീഡിൽ നിന്ന് മാറ്റിയിട്ട് 4th ആക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അത്രയും ഭയങ്കര ഒരു സൗണ്ട് ഇല്ലെങ്കിൽ പോലും സൗണ്ട് അത്യാവശ്യം ഉണ്ട്. ഈ ഒരു സമയത്തും എന്റെ മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫാനും ഇല്ല, അല്ലെങ്കിൽ റൂമിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നില്ല. ഈ ഒരു സമയത്ത് എന്റെ വോയിസ് എങ്ങനെയുണ്ട്? ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. അപ്പൊ തന്നെ മനസ്സിലാകും, നമ്മളൊരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റൂമിനകത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നോർമലി സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വോയിസ് ഔട്ട്പുട്ട് ഈ ഒരു മൈക്കിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് R100ന്റെ ഔട്ട്സൈഡ് ഉള്ള ആ ഒരു മൈക്ക് ക്വാളിറ്റി ആണ്. അത്യാവശ്യം വൈഡായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് വണ്ടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് വണ്ടിയുടെ സൗണ്ട് ആണോ അതോ എന്റെ സൗണ്ട് ആണോ, ഈവൻ മാസ്ക് വെച്ചിട്ട് എന്തായാലും ഇതാണ് ഔട്ട്സൈഡിലുള്ള ഈ ഒരു R100ന്റെ മൈക്ക് ക്വാളിറ്റി. ഇനി ജസ്റ്റ് ഒരു ഓട്ടോ ഫയർ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഓട്ടോ ഫയർ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, എൻ്റെ കൈ എടുത്തിട്ടും ആ ഒരു സൗണ്ട് കേൾക്കും, നോക്കിക്കോളൂ. കണ്ടോ? കണ്ടോ? ഞാൻ കൈ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടും ഒരു മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ സൗണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്, ആ ഒരു ഓട്ടോ ഫയറിൽ പോലും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ചെറിയ ഒരു ലാഗ് ഗെയിമിങ്ങിൽ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഹോൺ അടിച്ച് കാണിച്ചു തരാം.
എന്തായാലും അവിടെയും ആക്ച്വലി ഒരു ചെറിയൊരു ലാഗ് എനിക്ക് ഈ ഹോൺ അടിച്ചപ്പോഴും ഫീൽ ചെയ്യുന്നുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഇനി ഒരു സിംഗിൾ ടാപ്പ് ചെയ്ത് കാണിച്ചു തരാം ഒന്നുകൂടി. സിംഗിൾ ടാപ്പിൽ വലിയ പ്രശ്നം നമുക്ക് കാണുന്നില്ല, എന്നാൽ ഈ ഒരു ഓട്ടോ ഫയറിങ്ങിലാണേ. അപ്പോൾ എന്തായാലും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എവിടെയൊക്കെയോ ചെറിയൊരു MS-ൻ്റെ പ്രശ്നം, ആ ഒരു മില്ലി സെക്കൻഡ് ലാഗ് നമുക്ക് ലഭ്യമാകുന്നു അല്ലെങ്കിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങിന് നിങ്ങൾ വാങ്ങിക്കുന്നു എങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചിന്തിച്ചിട്ട് മാത്രം ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഈ ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ആ ഒരു ടോപ്പ് സ്പീഡിലിട്ട് ആ ഒരു വീഡിയോയിൽ കേട്ടിട്ടുണ്ടാവും, ചെറിയൊരു സൗണ്ട് ഫാൻ്റെ കേട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ പക്ക ഒരു നോയ്സ് ക്യാൻസലേഷൻ ഉള്ളൊരു പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എന്നാൽ അത്യാവശ്യം മൈക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യമല്ല പെർഫെക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല മ്യൂസിക് ക്വാളിറ്റി പ്ലസ് ഈ ഒരു അത്യാവശ്യം നല്ല മൈക്ക് ക്വാളിറ്റി ഒക്കെ ഉള്ളൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ, എന്നാൽ ഗെയിമിങ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സൗണ്ട്കോറിൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു R100 എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ സൗണ്ട്കോർ R100നെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.